ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, മമ്മൂട്ടിയുടെ ഒരു കിടുക്കാച്ചി മൂവി. അതാരാ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഒന്നുകൂടി ആകാംക്ഷ കൂടും. നിതീഷ് സഹദേവ്. ഇദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ പുറത്തു പോയ ഒരു വ്യക്തി, ജീവനക്ക് പുതിയൊരു ജീവൻ കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ടി തലവർ തങ്കൽ അങ്ങനെ ഒരു സിനിമയുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത്. ആ സിനിമയിലൂടെ ജീവ എന്ന ആക്ടർ പുതിയൊരു ലോകത്തിൽ പുതിയതായിട്ട് ജനിച്ചു എന്ന് പറയാൻ പറ്റും. അമ്മാതിരി സാധനം. ആ ഒരു ഡയറക്ടറിൻ്റെ പേരാണ് നിതീഷ് സഹദേവ്. അതുപോലെ തന്നെ ഫാലിമി പോലെ സിനിമയ്ക്ക് എടുത്ത വ്യക്തി. ഒരു പ്രത്യേകതരം കഥ പറച്ചിലും അതിനുള്ള ജീവിത സാഹചര്യങ്ങളെ വളരെയധികം കണക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ, ഒരു സംവിധാനമാണ് ഈ പറയുന്ന നിതീഷ് സഹദേവിൻ്റെ. അദ്ദേഹത്തിൻ്റെ മൂവി അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫാലിമി ആണെങ്കിലും ടി ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലൊരു ചെറിയൊരു കുഞ്ഞ് പ്രശ്നം എടുത്തിട്ട് അതിനെ ഭയങ്കര രസകരമായിട്ട് ഫിലിമിൽ എന്താ പറയുക, ഒരു സിനിമാറ്റിക് മെറ്റീരിയലിലേക്ക് മാറ്റുകയും അത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നൊരു അപൂർവം ചിലപ്പോൾ ഡയറക്ടേഴ്സിലുള്ള ഒരു ഡയറക്ടറാണ് ഈ നിതീഷ് സഹദേവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയായിട്ട് വരികയാണ്. മേള. ആ ഒരു ലുക്ക് നോക്കിയാൽ പോലെ ചിലപ്പോൾ ഈ ഒരു ലുക്ക് ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് മമ്മൂട്ടി. മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ട ആ സിനിമയുടെ പേര് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ ആംഗിളും മാറ്റും. അതാണ് മമ്മൂട്ടി. ആ കടുക്കനെ കിട്ടിയിട്ട് എന്താ പുള്ളിക്കാരൻ ചെയ്യാൻ പോകണമെന്നും ഒരു ഐഡിയ ഇല്ല. ശരി, പക്ഷെ കിടുവായിരിക്കില്ലേ, പൊളിച്ചടുക്കുന്ന സാധനമായിരിക്കും. ഒരു ഗുണ്ടയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ ചില ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഗുണ്ടയാണോ ഗുണ്ട തലവനാണോ, എന്തായാലും അതിൽ ചിലപ്പോൾ കോമഡിയെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു പ്രത്യേകതരം വൈബിലാണോ സിനിമ വരുന്നത്, നോ ഐഡിയ ഗൈസ്. എന്തായാലും പടം നമ്മളെ കാത്തു വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു വട്ടാറ് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കും. കാരണം നിതീഷ് സഹദേവ് എന്ന ഡയറക്ടറിനെയാണ് ഞാനിതിലൂടെ കാണുന്നത്. അതുപോലെ പിന്നെ മമ്മൂട്ടി എന്ന വ്യക്തി. മമ്മൂട്ടിനെ അങ്ങനെയൊന്നും ഒരു ഡയറക്ടർക്ക് ചെന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും സാധനം ഉണ്ടായിരിക്കും. അല്ലാതെ ചുമ്മാ കയറി ഒരു സിനിമ ചെയ്യാനും ചെയ്യില്ലല്ലോ. അതാണ് മമ്മൂട്ടി എന്ന വ്യക്തി പറയുന്നത്. ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്താ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. അതാണ് പരിപാടി. ഒരു സിനിമ ഒരു പരീക്ഷണ വസ്തുവായി മാറ്റി അങ്ങാര്. അതുകൊണ്ട് തന്നെ നല്ല നല്ല സിനിമകൾ കിട്ടുന്നു, നമുക്ക് നല്ല നല്ല സിനിമകൾ കാണാനുള്ള ഭാഗ്യങ്ങളുണ്ടാവുന്നു അല്ലേ. കുറേ കാലമായിട്ടിപ്പം ഈ മുതലുണ്ടല്ലോ, ഈ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞ മുതൽ, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. സിനിമകൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ്, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാത്ത ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം എന്താ പറയുക, ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രീമായിട്ട് കണ്ട് അതൊക്കെ നടപ്പിലേക്ക് കൊണ്ട് വരികയാണ്. അപ്പോൾ അതിന് മേള അതൊരു വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. ആ ഒരു പേരും അദ്ദേഹത്തിൻ്റെ ലുക്കും ആ ഒരു ആംബിയൻസ് എന്താ സംഭവമല്ലേ, ഒരു രക്ഷയില്ല. കാണാൻ ഭയങ്കര ഒരു ക്യൂട്ട്നെസ്സും കൂടി തോന്നുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കരിഷ്മ എന്നൊക്കെ പറയില്ലേ, അതുതന്നെയാണ് സംഭവം. ഒരു പ്രജാപതി അമ്മാര് സാധനം കാണുന്നത് എന്തല്ലേ ഇത് നോക്കിക്കൊണ്ട് ഇരുന്നാൽ കുറേ പറയേണ്ടി വരുമല്ലോ. ഈ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്ന പോസ്റ്റർ അടാറ് പോസ്റ്റ് തന്നെ കേട്ടോ. ശരിക്കും ഒരു രക്ഷയില്ല. എന്താ ചെയ്യുക, അത് ഗംഭീരമായിട്ടുള്ളൊരു സിനിമൻ്റെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സിനിമ വരട്ടെ, നമ്മൾ നിങ്ങളെ കാണും വളരെയധികം ആകാംക്ഷ എനിക്കുമുണ്ട്. കാരണം സിനിമയുടെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഇനിയിപ്പോൾ ഓരോ പോസ്റ്റ് വന്നു, ഇനിയിപ്പോൾ ടീസർ ട്രെയിലർ അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ വരും. അതൊക്കെ നിങ്ങളിലേക്ക് ഏറ്റവും ഫസ്റ്റ് എത്തിക്കുന്നതായിരിക്കും. പക്ഷേ എന്തായാലും ഈ സിനിമ വളരെയധികം ആകാംക്ഷയാണ്. ആ പേരിലിപ്പം നല്ല എല്ലാം അല്ലേ, പേര് ഭയങ്കര കൗതുകമായി. മേള കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു സിനിമകളുടെ പേരൊക്കെ വരാൻ തുടങ്ങി, നല്ല നല്ല പേരുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും സിനിമ പൊളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ഒരു അഴിഞ്ഞാട്ടം ഒരു കോമഡിയും കൂടി കലർന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അങ്ങനെയാണ്, ചെറിയൊരു കോമഡിയും കൂടി കലർന്നതായിരിക്കും. എന്തായാലും സിനിമയുടെ ഒരു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനെ കാത്തിരിക്കുന്നത്. എന്തായാലും സിനിമ വരട്ടെ. സിനിമ വരുമ്പോൾ നിങ്ങളായിട്ട് എല്ലാ അപ്ഡേറ്റും ഷെയർ ചെയ്തിരിക്കും. ഓക്കെ ഗായ്സ്, ബൈ, സി യു. ഇനി പുതിയൊരു അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. ബൈ, സി യു.